പ്രേമം ചെക്കിന്റെ തലയ്ക്ക് പിടിച്ചു. പറഞ്ഞുറപ്പിക്കാൻ തന്നെയാ പരിപാടി. വളച്ചെട്ടി കാര്യം പറഞ്ഞോണ്ടിരുന്നാണ്ടില്ലേ? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആ ശാന്തപ്പ, ഞങ്ങള് ചാരുവിനെ ആയിരപ്പറയിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നതാ. ചാരുവിനെ അതോ പാറുവിനെ? പാറുവിനല്ല, ചാരുവിനെ. അല്ല, ചാരുവിനെ ഇപ്പൊ എന്തിനാ അങ്ങോട്ട് കൊണ്ടുവന്നേ? ഇവിടെ നിന്ന് കല്യാണം കഴിഞ്ഞാൽ അങ്ങോട്ടല്ലേ വരുന്നത്? അതൊക്കെ ശരിയാ. അതിന് ഇവിടെ ആർക്കും ഇവിടെ കാര്യം നോക്കാൻ സമയമില്ലല്ലോ. ചാരു കല്യാണത്തിന് ആയിരപ്പറയെന്ന് ഒരുങ്ങിയിറങ്ങും. ഇത് എന്റെ തീരുമാനമല്ല, ഇവളുടെ അമ്മായിയുടെ തീരുമാനാ. അതൊന്നും ശരിയാവത്തില്ല. നാട്ടു നടപ്പെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഈ കരയില്. എന്നിട്ട് ആ നാട്ടു നടപ്പ് നിങ്ങൾ നടത്തുന്നുണ്ടോ? അല്ല, നടത്തിയിട്ടുണ്ടോ ഇതുവരെ? അതെ, ഞങ്ങൾ ഇവക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. കല്യാണത്തിനിടാനുള്ള ആഭരണങ്ങൾ വരെ വാങ്ങി വെച്ചേക്കുവാ. ദേണ്ടേ, കണ്ടില്ലേ മുറ്റത്ത് പന്തല് കെട്ടിയിട്ടേക്കുന്നു. ശാന്തപ്പ, ഞാനിത് പറയുമ്പോ താൻ എതിർക്കുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. മോളെ, ഇത് നിന്റെ അമ്മായിയുടെ ഒരു ആഗ്രഹം പോലെ എന്നോട് പറഞ്ഞതാ. അവൾക്ക് നിന്നോട് ചെയ്തതിനൊക്കെ ഇപ്പൊ മനസ്സിൽ വലിയ വേദന തോന്നുന്നുണ്ടാവും. അതങ്ങ് നടക്കില്ല എന്നങ്ങ് പറഞ്ഞേക്ക്. അതെ, എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ബാലമാമയാ. ബാലമാമിയും അമ്മായി എന്നെ ആയിരപ്പറയിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോവും. ഞാൻ വരാം ബാലമാമേ. അവിടെ വന്നു കയറാനുള്ള സമയം നോക്കിച്ചിട്ട് ഞാൻ മോളെ കൊണ്ടുപോകാനായിട്ട് വരാം. ശരി ബാലമാമേ. എന്തിനാ സമയവും കാലവും മുഹൂർത്തമൊക്കെ നോക്കുന്നേ? ഇപ്പൊ തന്നെ